ഈ കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതി പീഡിയാട്രിക് സർജറി ഡേ എന്ന് ആഘോഷിച്ച ദിവസമാണ്. അപ്പോൾ ഈ തവണത്തെ തീം കുഞ്ഞുങ്ങളിലെ മൂത്രസംബന്ധ പ്രശ്നത്തിന് പീഡിയാട്രിക് സർജനെ തന്നെ കാണിക്കണം, അവരെ കൊണ്ട് തന്നെ ചികിത്സിക്കണം. ഇത് എന്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പറയുന്നു? കാരണം കുഞ്ഞുങ്ങളിൽ ജന്മവൈകല്യങ്ങൾ അധികം കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിലെ ഡെവലപ്മെൻറ്റ് സംബന്ധമായതുകൊണ്ട് അത് കുഞ്ഞ് വളർന്ന് വലിയ കുഞ്ഞായാലും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് പ്രതീക്ഷിച്ച് അതിനെ ചികിത്സിക്കേണ്ട കുറച്ച് അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലെ യൂറിനറി പ്രോബ്ലംസിനെ അഡൾട്ട് സർജൻ അല്ലെങ്കിൽ അഡൾട്ട് യൂറോളജിസ്റ്റിനെ കാണിക്കാണ്ട് പീഡിയാട്രിക് സർജനെ കാണിക്കാനായിട്ടാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണമായി ഈ യൂറിനറി പ്രോബ്ലംസ് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ കാണാറുള്ളത്? അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരെണ്ണം ഗർഭസ്ഥ ശിശുവിൽ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിക്ക് വീക്കം. വേറെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ചില കുഞ്ഞുങ്ങൾക്ക് അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതായത് ഒരു വശത്തോ രണ്ട് വശത്തെയോ വൃഷണം ഇറങ്ങി വരാണ്ട് ഇരിക്കുന്നത്. പിന്നെ വേറെ കോമൺ ആയിട്ടുള്ളത് ഫൈമോസിസ് എന്ന് പറയും, അതായത് കുഞ്ഞിൻ്റെ മൂത്ര ഒഴിക്കുന്ന ഭാഗത്തെ പുറം തൊലിയിൽ ചുരുക്കം. അപ്പോൾ ഈ 3 അസുഖത്തിനെ കുറിച്ചാണ് ഇന്ന് കുറച്ച് ഷോർട്ടായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിടെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ വീക്കം പല കാരണം കൊണ്ട് വരാം. അപ്പോൾ സർവ്വസാധാരണമായി കാണുന്നത് അത് വല്ല തടസ്സം മൂലമായിരിക്കാം, അല്ലെങ്കിൽ യൂറിൻ മുകളിലോട്ട് റീഫ്ലക്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലും ആയിരിക്കാം. അപ്പോൾ ഗർഭിണിയുടെ പ്രഗ്നൻസി സ്കാനിൽ കുഞ്ഞിന് വല്ല ജന്മവൈകല്യം ഉണ്ടോ എന്ന് ചെയ്യുന്ന 5-ാം മാസത്തിലെ സ്കാനിലായിരിക്കും ചിലപ്പോൾ ഈ പ്രശ്നം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഗർഭസ്ഥ ശിശുവിന് സർജറി വേണ്ടി വരുമോ? ഫീറ്റൽ സർജറി വേണ്ടി വരുമോ? വേറെ എന്തെങ്കിലും ചെയ്യണോ? അതെല്ലാം കുഞ്ഞിൻ്റെ റിപ്പീറ്റ് അൾട്രാസൗണ്ടിൽ എന്തൊക്കെ ലക്ഷണം കാണുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ചികിത്സ. പക്ഷേ മിക്ക കുഞ്ഞുങ്ങളും ജനിച്ചു കഴിഞ്ഞിട്ട് അവരെ പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ വേറെ കൂടിയ ടെസ്റ്റുകൾ ചെയ്തിട്ടായിരിക്കാം നമ്മൾ രോഗത്തിൻ്റെ സ്ഥിതി എന്താണ്, എന്ത് അസുഖമാണ്, തടസ്സമാണോ, അതെയോ മൂത്രം മുകളിലോട്ട് റിട്ടേൺ കയറി പോകുന്ന പ്രശ്നമാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചികിത്സയുടെ ഏത് രീതി വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോനെഫ്രോസിസ് ഈ തടസ്സം കൊണ്ട് മുകളിലുള്ള പെൽവി യൂറട്രിക് ജംഗ്ഷൻ തടസ്സം കൊണ്ടാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അത് പൂർണ്ണമായുള്ള തടസ്സമാണ്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് സർജറി, ബയലോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറി വേണ്ടി വരാറുണ്ട്. മറ്റേ സാധാരണ കാണുന്ന ഒരു കാരണം വെസൈക്കോ യൂറട്രിക് റീഫ്ലക്സ് എന്ന്, അതായത് കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് യൂറിൻ തിരിച്ച് കിഡ്നിയിലോട്ട് കയറി പോകുന്നു. അപ്പോൾ ഇതിൻ്റെ സിവിയറിറ്റിക്ക് നമ്മൾ വേറെ ഒരു എക്സ്റേ പരിശോധന ചെയ്യും. അതിൽ ഡിഗ്രി അനുസരിച്ചാണ്, ഗ്രേഡ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്നനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ. ചില കൂടിയ ഗ്രേഡുകളിൽ നമുക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. മൈൽഡ് ഗ്രേഡ് ആണെങ്കിൽ കുഞ്ഞ് വലുതാവാൻ നമ്മൾ ഫോളോ അപ്പിൽ ഇരുത്തും. കുഞ്ഞ് വലുതാവുമ്പോൾ പ്രകൃതത്തിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ വരുമ്പോൾ ഈ അസുഖം മാറിക്കിട്ടാം. അപ്പോൾ അതുവരെ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ എങ്ങനെ ശ്രദ്ധിക്കും? എന്ത് മൂത്രനാളി സംബന്ധ പ്രശ്നം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ പാല് കുടിപ്പിക്കണം. പിന്നെ അവർക്ക് എന്നും പോകുന്നോ എന്ന് ഉറപ്പിക്കണം. മലബന്ധം വന്നാലും ഇൻഫെക്ഷൻ വന്നേക്കാം. പിന്നെ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ആയിട്ട് വയ്ക്കണം. പെൺകുഞ്ഞുങ്ങളായാലും ആൺകുഞ്ഞുങ്ങളായാലും ദിവസം അവിടെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആയിട്ട് വയ്ക്കണം. നനവ് തട്ടി കുറേ സമയം ഇരുന്നാലും ഇൻഫെക്ഷൻ വന്നേക്കാം. അപ്പോൾ ഈ ഡയപ്പർ യൂസ് ചെയ്യുവാണെങ്കിൽ നനഞ്ഞ ഒരു ഡയപ്പർ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നനഞ്ഞതിനനുസരിച്ച് കുറച്ച് സമയം ആകുമ്പോൾ തന്നെ മാറ്റി വേറെ ഉണക്കി അതിൻ്റേതായ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം പുതിയ ഡയപ്പർ വയ്ക്കാൻ. പിന്നെ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്തെ പുറംതൊലി കഴുകി വൃത്തിയാക്കണം. അത് കുറച്ച് പുറകിലോട്ട് മാറ്റി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ ഇത് വേറൊരു അസുഖം എന്ന് പറയുന്ന ഫൈമോസിസിൻ്റെ ലക്ഷണമാണ്. ആൺകുഞ്ഞുങ്ങൾക്ക് പുറംതൊലി പുറകിലോട്ടാക്കാൻ പറ്റാണ്ടിരിക്കുന്നത് അവിടുത്തെ ചുരുക്കം വന്നതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ജന്മനാൽ ആ തൊലി നാരോ ആയിരിക്കാം. അല്ലെങ്കിൽ കുഞ്ഞിന് എപ്പോഴെങ്കിലും അവിടെ ഇൻഫെക്ഷൻ വന്നു, പഴുപ്പ് വന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ തൊലി ചുരുങ്ങി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ
മൂത്രം തൊലിയുടെ അടിയിൽ തങ്ങിക്കിടക്കും. അവിടുത്തെ ദ്രാവകം തന്നെ പൂർണ്ണമായി വെളിയിലോട്ട് വരാൻ വഴിയുണ്ടാവില്ലായിരിക്കും. അപ്പോൾ കുഞ്ഞ് മൂത്രമൊഴിക്കുമ്പോൾ തുമ്പിൽ ഒരു വീക്കം ബലൂൺ പോലെ വീർത്ത് വരുന്നതായി കാണും. മൂത്രമൊഴിക്കുന്നതിൻ്റെ സ്പീഡ് കുറയും. ചിലപ്പോൾ ദ്വാരം തന്നെ കാണാണ്ടിരിക്കും, തൊലി മൂടി ഇരിക്കുന്നതുകൊണ്ട്. കുഞ്ഞ് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിയായിരിക്കും യൂറിൻ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേദന പറയും വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പഴുപ്പ് ഇല്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ചികിത്സിക്കേണ്ടതാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും പുറംതല്ലിയുടെ സർജറി വേണ്ടി വരാറില്ല. ചിലപ്പോൾ ഓയിൻമെൻറ്റിലോ ചില സ്ട്രെച്ച് പോലെ ക്ലീൻ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഇത് മാറി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് ശസ്ത്രക്രിയ വഴി ഈ പുറംതൊലി പൂർണ്ണമായി മാറ്റിക്കളയേണ്ട വരും. കുഞ്ഞുങ്ങൾക്ക് പിന്നെ വേറെ മൂത്രം സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ട്. മൂത്രനാളിയുടെ വളർച്ച അപാകതകൾ, ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് വേറെ ഒരു ദിവസം സംസാരിക്കാം. പിന്നെ കുഞ്ഞുങ്ങളുടെ വൃഷണം ചിലപ്പോൾ ഇറങ്ങി വരാണ്ട് ഇരുന്നേക്കാം. അത് ഈ ഹൈപ്പോസ്പേഡിയാസിൻ്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അത് മാത്രം ആയിട്ടും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ കുഞ്ഞിനെ പരിശോധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ സ്ക്രോട്ടത്തിൽ ഒരു വശത്തോ അല്ലെങ്കിൽ രണ്ട് വശത്തെ വൃഷണം ഇറങ്ങി വരാണ്ട് ഇരിക്കാം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ അത് സർജറി വഴി ശരിയാക്കി എടുക്കണം. സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 9 മാസം തൊട്ട് 1 വയസ്സിനുള്ളിൽ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ആ വൃഷണത്തിൻ്റെ സെൽസിൽ ഡാമേജ് വരും. ലോങ് ടേം ഇഷ്യൂസ് കാണാറുണ്ട്. ഈ വൃഷണം ഇറങ്ങി വരാത്തത് അതിൽ ജന്മനാലുള്ള എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ഇഷ്യൂ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് അതിനെ ശസ്ത്രക്രിയ വഴി നേരത്തെ സമയത്തിന് ശരിയാക്കാനുണ്ട്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പ് ഓപ്പൺ സർജറി തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾക്ക് താക്കോൽ ദ്വാരം വഴി 2 സ്റ്റെപ്പായിട്ടുള്ള സർജറി വേണ്ടി വന്നേക്കാം. പക്ഷേ ചെറിയ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഇരിക്കാണ്ട് കുഞ്ഞിനെ ചികിത്സിക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ മൂത്രസംബന്ധമായ വേറെ കുറേ അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ ഒരു ദിവസം നമുക്ക് സംസാരിക്കാം. നന്ദി.